വെടിനിർത്തൽ ധാരണ ഉടൻ നടപ്പിലാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 60 ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കുന്നതോടെ ആദ്യഘട്ടം ബന്ദികളുടെ മോചനം സാധ്യമാക്കാൻ സാധിക്കും. തുടർന്നുള്ള 60 ദിവസത്തെ കാലയളവിൽ സംഘർഷം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇക്കാര്യം ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, പ്രതീക്ഷ നൽകുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള പ്രസിഡന്റിനെ സന്ദർശിച്ചതിന് ശേഷം വിവിധങ്ങളായ കൂടിക്കാഴ്ചകൾക്ക് ശേഷം മടങ്ങുന്നതിന് മുമ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ 60 ദിവസത്തെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാമെന്ന നിലപാട് നേരത്തെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ഇസ്രായേൽ അംഗീകരിക്കുകയും ഹമാസും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത് മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം തന്നെ അക്കാര്യത്തിൽ ഒരു അനുകൂല നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവച്ചത്. മാത്രമല്ല, നമുക്കറിയാവുന്നതാണ് 50ഓളം ബന്ദികൾ ഇപ്പോഴും വിട്ടുകൊടുക്കാതെ ഹമാസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കസ്റ്റഡിയിൽ സൂക്ഷിച്ച 50ഓളം ബന്ദികളുടെ അതിൽ മരിച്ചവർ 25ഓളം പേരും ബാക്കി 25ഓളം പേരെ ജീവിച്ചിരിപ്പുള്ളൂ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്കിൽ കൂടി ഇവരുടെ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ജീവനോടെയുള്ളവരെ തിരിച്ചും നൽകേണ്ടതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്നൊരു നിർദ്ദേശമാണ് അതിനൊരു കണ്ടീഷനായി പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത്തരമൊരു കണ്ടീഷൻ തീർച്ചയായും ഹമാസ് അംഗീകരിക്കുമെന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതായത് 2023 ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയ ബന്ദികളിലെ അവസാന ഘട്ടം ബന്ദികളുടെ മോചനം സാധ്യമാവുകയും അത്തരത്തിൽ ബന്ദികളുടെ മോചനം സാധ്യമാകുന്നതോടെ തുടർ നടപടികളിലേക്ക് നീങ്ങാനും ആ തുടർ നടപടികളുടെ ഭാഗമായി തീർച്ചയായും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനും സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. എന്നാൽ മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞത് ഈ ആക്രമണ സ്വഭാവമുള്ളതും ഭരിക്കുന്നവരുമാണ് ഹമാസ് എന്നാണ്. അത്തരത്തിലൊരു നിലപാടിനെ അംഗീകരിക്കാനാവില്ല. ആക്രമണ സ്വഭാവമുള്ളവരെ ഭരണമേൽപ്പിക്കാൻ സാധിക്കില്ല എന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഹമാസിനെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിവാക്കുക എന്ന ഒരു സൂചന നേരത്തെ പലതവണ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇന്ന് ഒരു സൂചനയായി കൂടി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അവർ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിച്ച് ആ സാധാരണക്കാർക്കിടയിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും ആ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരെ ആക്രമിച്ചു അല്ലെങ്കിൽ സിവിലിയൻസിനെ ആക്രമിച്ചു എന്ന തെറ്റായ ഒരു ആരോപണം, ഒരു ദുരാരോപണം ഇസ്രായേലിന് നേരെ നടത്തുക എന്ന കൃത്യമായ ലക്ഷ്യം അവർക്കുള്ളതിനാലാണ് ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ആയുധങ്ങൾ ശേഖരിക്കുന്നതെന്ന ഒരു കൃത്യമായ ആരോപണവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് ഇക്കാര്യം നിലപാടുകളായി അറിയിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾക്ക് കൊണ്ടുചെന്നെത്തിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന സൂചന തന്നെയാണ്. വെടിനിർത്തൽ ധാരണ ഉടൻ നടപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവയ്ക്കുന്നത്. ആദ്യഘട്ടം ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിലാണ്. സംഘർഷം പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്ന് ഇസ്രായേൽ ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട്.